ഉറങ്ങുകയാണ്. അപ്പോൾ 12 വയസ്സുള്ള പ്രായം വളരെ ഗൗരവമുള്ള പ്രായമാണ്. നിങ്ങളിരുന്നാട്ടെ മക്കളെ. വീണ്ടും അടുത്ത വളരെ ഗൗരവമുള്ളൊരു പ്രായത്തെ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാമത്തെ അധ്യായം. ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ ജോസഫിന് 17 വയസ്സ് പ്രായമായപ്പോൾ, കണ്ടോ, ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നു യാക്കോബിൻ്റെ വംശപാരമ്പര്യം എന്തെന്നാൽ ജോസഫിന് 17 വയസ്സ് പ്രായമായപ്പോൾ അവൻ്റെ അപ്പൻ ജോസഫിനോട് പറയുകയാണ്, സഹോദരന്മാർ കൂടെ ആളുകളെ മേയിച്ചുകൊണ്ട് വരുമ്പോൾ തൻ്റെ അപ്പനായ വയസ്സായപ്പോൾ ഭാര്യമാരായ ബിൽഹായുടെയും ശില്പായുടെയും പുത്രന്മാരുടെയും ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി ജോസഫ് അപ്പനോട് വന്ന് പറഞ്ഞു. ജോസഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. നിലയെങ്കിൽ അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അപ്പൻ അവരെ എല്ലാവരെക്കാളും സ്നേഹിച്ചതുകൊണ്ട് അവരവനെ പകച്ചു. അവനോട് സമാധാനപരമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല. 12-ാമത്തെ വാക്യം. അവൻ്റെ സഹോദരന്മാർ അപ്പൻ്റെ ആളുകളെ മേയ്പ്പാൻ ശേഖേമിൽ പോയിരുന്നു. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിൻ്റെ സഹോദരന്മാർ ശേഖൻ ആട് മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അഴിക്കലും എന്ന് പറഞ്ഞേനെ. അവനോട് ഞാൻ പോകാം എന്ന് പറഞ്ഞു. എന്ന് നോക്കി വസ്തുത എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു. അവൻ ശേഖേമിൽ എത്തി. വയസ്സ് എത്ര? 17. പ്രായം 17. അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രായമാണ് എത്ര വയസ്സ്? 17 വയസ്സ്. സാധാരണ അതിന് പറയുന്നൊരു വാക്കുണ്ട്. എന്ത് 17? മധുര 17, സ്വീറ്റ് 17. ഇന്നും ഒരു പ്രശ്നമേ ഉള്ളൂ, ഈ സ്വീറ്റ് 17 നേരത്തെ തുടങ്ങും. അതേ ഉള്ള അപകടം. സമയം മുമ്പ് ആരംഭിക്കും എന്നുണ്ടെങ്കിലും 17 അടുത്തൊരു പ്രായമാണ്. ഈ 17 അങ്ങോട്ട് കഴിയുമ്പോൾ 18 ആകും. 18 ആകാൻ നോക്കിയിരിക്കുകയാണ് ലൈസൻസ് എടുക്കാൻ. നമുക്കറിയത്തില്ല, അവർക്കറിയാം. അപ്പം അടുത്ത വർഷം 18 ആകും. അതുവരെ നമ്മൾ പറഞ്ഞ് പേടിപ്പിച്ച് തീർത്തു. ലൈസൻസ് ഇല്ലാതെ തൊട്ടുപോയേക്കരുത്. 18 ആകാൻ നോക്കിയിരിക്കുക. എന്തെടുക്കാൻ? ലൈസൻസ് എടുക്കുന്ന എന്തിനാ? വണ്ടി ഓടിക്കുന്ന എന്തിനാ? ഒറ്റ കാര്യത്തിനാ. ജോസഫ് ശേഖേമിൽ വെളിമ്പ്രദേശത്ത് ചുറ്റിക്കറങ്ങി. അല്ലാതെ കർത്താവിന് വേണ്ടി യോഗത്തിന് പോഞ്ഞ. നമ്മുടെ അവിടെ ഒരു കൊച്ചൻ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്, അമ്മ ബൈക്ക് മേടിക്കുക, ഞാൻ അമ്മയും കൊണ്ട് എല്ലാ ലേഡീസ് മീറ്റിങ്ങിനും പോകാം, എല്ലായിടത്തും കൊണ്ട്. അപ്പോൾ അമ്മയുടെ ഇവൻ അമ്മ അയൽക്കൂട്ടത്തിൽ പണയം വെച്ച് പൈസ മേടിച്ചു. പക്ഷേ അമ്മയ്ക്ക് അറിഞ്ഞില്ല ബൈക്ക് എന്തുവാന്ന്. ഇവൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ തണ്ട് ഇങ്ങനൊരു ബൈക്കും കൊണ്ടാണ് വന്നത്. ഇതുവഴി അമ്മ എതുവഴി കയറും. അവത്തിലൊന്ന് അമ്മ കയറുക നിരങ്ങിത്താപ്പോൾ. അതുകൊണ്ട് മേടിക്കുകയാണെങ്കിലും ഫ്ലാറ്റ് മേടിക്കുക. ആരെ കൂടെ വല്ലപ്പോഴും കൊണ്ടുപോവുക. അല്ലെ പിന്നെ നിൻ്റെ അമ്മ ജീൻസൊക്കെ ഇട്ട് ചാടി കയറുന്ന അമ്മയായിരിക്കും. ഹൈ ബൈ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രയൊന്നും അല്ല ഈ പാവം. അങ്ങനെയൊക്കെ കയറിയ വണ്ടി തീരും. അപ്പം എന്തിനാ ഇത് മേടിക്കുക? എന്തിനാ? ചുറ്റി കിടക്കും. ഈ ജോസഫ് എവിടെ വന്നു? ശേഖേമി വന്നു. എന്നിട്ട് കണ്ടു, ഹി വാസ് വാണ്ടറിങ് ഇൻ ദ വിൽഡർനെസ്. ശേഖേമിനൊരു പ്രത്യേകതയുണ്ട്. ശേഖേമിൽ അതിന് മുമ്പ് അതിൻ്റെ 34-ാമത്തെ അധ്യായത്തിൽ ഒരു പാവം കൊച്ചുണ്ട്. നല്ല കൊച്ചായിരുന്നു, സുന്ദരിയായിരുന്നു. അവിടെ പേരെന്നാ? ദീനായാണ്. ദീനായ്ക്ക് ഒരു ദീനം വന്നു. ദീനായ്ക്ക് പിടിച്ച ദീനം എന്ന് പറഞ്ഞാൽ അവൾ പറഞ്ഞു, എനിക്ക് എല്ലായിടത്തും ഒന്ന് കറങ്ങാൻ പോകണം. അപ്പോളേ അച്ചായൻ പറഞ്ഞാണ്, ഒറ്റയ്ക്ക് പോകണ്ട മോളെ, ആങ്ങളമാരുണ്ട്, ആരെയും. അവൾ പറഞ്ഞു, അതിനെന്നാണ് ഇപ്പോഴത്തെ ഒറ്റയ്ക്ക് പോയി എന്നാ പറ്റും? ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയാൽ എന്നാ പറ്റും? അവളും ഒറ്റയ്ക്കാ പോയി, ഇവളും ഒറ്റയ്ക്കാ പോയി, ഞാനും അവന്മാരുടെ കൂട്ട് തന്നെയാണ്. ഞാൻ ഒരു പെണ്ണാന്നേ ഉള്ളൂ, ഞാൻ ഒറ്റയ്ക്ക് കറങ്ങാൻ പോകും. പക്ഷെ കറങ്ങാൻ പോയപ്പോൾ അബദ്ധം പറ്റി. എവിടെ വെച്ച്? ശേഖേമി വെച്ച്. അപ്പം 2 ആങ്ങളമാർക്കങ്ങ് ഭയങ്കര ദേഷ്യമായി. അവരുടെ പേരെന്താ? ആരൊക്കെ? ഏത് സഹോദരനായ ശിമിയോനും ലേവിയും കൂടെ ഇവരെ സർക്കംസിഷൻ കഴിഞ്ഞപ്പം വാളെടുത്ത് എല്ലാ ആണുങ്ങളെ എന്ത് ചെയ്തു? വെട്ടിക്കൊന്നു. അപ്പം പിന്നെ ഈ ശേഖേമിന് ആരേ ഉള്ളൂ? പെൺപിള്ളാരേ ഉള്ളൂ. അവിടെയാണ് ഇവൻ കറങ്ങിയത്. ആര്? 17കാരൻ ശേഖേമി കറങ്ങി. ഇത് വലിയൊരു പ്രായമാണ്. ശേഖേമിൻ്റെ ഒരു പ്രായം. 17-ാമത്തെ വയസ്സിൽ എന്ത് തോന്നും? കറങ്ങാൻ തോന്നും. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇവൻ്റെ മേലൊരു വെളിപ്പാടുണ്ട്, ഒരു ദൂതുണ്ട്. ഒരു നിലയെങ്കിയൊക്കെ തയ്ച്ചു കൊടുത്ത് കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. എവിടെ കറങ്ങിയാലും പ്രാക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. എവിടെ കറങ്ങിയാലും കറങ്ങാൻ തോന്നുന്ന ഒരു പ്രായമാണ്. അത് തെറ്റല്ല. വയസ്സെത്ര? 17. ബൈക്കൂടെ ഒക്കെ കിട്ടിയ താണ്ട് ഡ്യൂക്ക്
ഡ്യൂക്കെ കയറിയ പലതും ഇല്ല. അത് നിങ്ങൾക്കറിയോ? ഡ്യൂക്ക് മൊത്തം എടുത്ത പിള്ളേരിൽ ഡ്യൂക്ക് കമ്പനി കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ഡ്യൂക്ക് എടുത്ത പലതും ആയുസോടില്ല, പലതും കിടക്കുക. ഞങ്ങളുടെ ഒരു പാസ്റ്റർ മോന് ഇപ്പോൾ തിങ്കളാഴ്ച രാത്രി ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ അവൻ ഇന്നലെ 5 സർജറി, ഇന്ന് 3 8 സർജറിയാണ് കണ്ട നടക്കുക. പാവം പിടിച്ച ഉപദേശിയുടെ മോൻ. എല്ലാം എന്താ? അവൻ ബൈക്കിൽ കയറിയതാ. കറങ്ങുന്ന പ്രായം, ചത്തില്ല. ചാകാത്ത ഒറ്റ കാര്യം കൊണ്ടാണ് അപ്പുറത്ത് ഇസ്രായേൽ കരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യം ഓർത്തോണേ എൻ്റെ പൊന്നു മക്കളെ, കറങ്ങുന്ന പ്രായത്തിൽ ഒത്തിരി കറങ്ങല്ലേ. നിങ്ങളെപ്പറ്റി ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നിങ്ങൾ ആ സ്വപ്നം മറന്നാലും നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നമുണ്ടോ? 17കാരൻ എത്ര കറങ്ങിയാലും തമ്പുരാൻ മടക്കി വരുത്തും. ജോസഫിനെ കുറിച്ചുള്ള സ്വപ്നം എന്താണ്? ജോസഫ് വളരും. പിന്നെ ജോസഫ് ക്ഷാമകാലത്ത് ഇസ്രായേലിനെ നയിക്കേണ്ടവനാണ്. അതുകൊണ്ട് 17കാർ ഓർക്കുക, നിങ്ങളുടെ ഈ പ്രായം വളരെ ക്രൂഷ്യലാണ്. ഈ ക്രൂഷ്യൽ പ്രായത്തിലാണ് ഷിഫ്റ്റിന് സാധ്യത. ലഹരി നിങ്ങളെ തേടിയെത്തുന്ന പ്രായം, പിയർ പ്രഷർ ഉണ്ടാകുന്ന പ്രായം. പക്ഷേ മോശ ഒരു കാര്യം ചെയ്തു. മോശ എന്തു പറഞ്ഞു? പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാട്ടിലും ദൈവജനത്തോട് കഷ്ടമായി തിരഞ്ഞെടുത്തു. ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് എന്തു ചെയ്തു? നിരസിച്ചു. ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ കണ്ട പ്രശ്നം, നല്ല മക്കളാണ് ഇവരെല്ലാം. സോ ഗുഡ്. സത്യമായിട്ടും പറഞ്ഞാൽ നമ്മളെക്കാട്ടും നല്ല മക്കളാണ്. കപടതയില്ല, ഉള്ളതുപോലെ പറയും, സത്യസന്ധര. പക്ഷേ ഇവർക്കൊരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവർക്ക് നോന്ന് പറയാൻ വലിയ പാടാണ്. നോന്ന് പറയാൻ പാടാണ്. പക്ഷെ മോശ എന്തെന്ന് പറഞ്ഞു? നോന്ന് പറഞ്ഞു. മോശ നോന്ന് പറഞ്ഞില്ല. ഏതിനോടാ നോന്ന് പറഞ്ഞേ? ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടും. മോശ നോന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, മക്കളെ മുത്തേ, മോശ നോന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മോശ ആരായനെ? നെക്സ്റ്റ് ഫറവോ ആയനെ. നെക്സ്റ്റ് ഫറവോ ആയിരുന്നെങ്കിൽ മോശ ആരായനെ? മമ്മിയായനെ. ഇപ്പോഴും അടിച്ചു നോക്കിയാൽ കൂരിപ്പോയി. മമ്മീസ് അറ്റ് ദ ടൈം ഓഫ് മോസസ്. ആ ടൈമിൻ്റെ മോസസിൻ്റെ ഇപ്പുണ്ട് ഇങ്ങനെ ഒരു പെട്ടിക്കകത്തിരുന്നതിന്, ഉണങ്ങിയിരുന്നതിന്, മമ്മിയായിട്ടിരുന്നതിന്. പക്ഷെ മോശയെ അടക്കിയത് ആരാ? ദൈവം അടക്കി. ഏതാ വലുത്? പിന്നെ മരൂപമരെ കൊണ്ടു നിർത്തിയത് ആരെയാ? മോശയാ. അങ്ങനെയെങ്കിൽ ഒരു സാധ്യതയോട് നോന്ന് പറഞ്ഞാലേ ഇപ്പുറത്തൊരു സാധ്യത തുറക്കത്തുള്ളൂ. ഞങ്ങളിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഒറ്റ കാര്യത്തിനാ, നിങ്ങൾക്ക് ചിലതിനോട് നോന്ന് പറയാനുള്ള കൃപ കിട്ടാൻ, നോന്ന് പറയാനുള്ള ശക്തി കിട്ടാൻ. ഹല്ലേലൂയ. ഇന്ന് സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അതിനുവേണ്ടി അവനെ എന്ത് ചെയ്തു? ഒളിപ്പിച്ച് വെച്ചു. ഓ ഹല്ലേലൂയ. അതുകൊണ്ട് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചുന്നു. ഇന്ന് ഈ നിരീശ്വരവാദ എത്തിസ്റ്റ് കമ്മ്യൂണിറ്റിയൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. സോഷ്യൽ മീഡിയ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് നമുക്കറിയാത്തത്. പക്ഷേ എൻ്റെ കുറേ സുഹൃത്തുക്കൾ മനസ്സിലാക്കാൻ വേണ്ടി ഗൗരവമായി, വളരെ സജീവമായി ഇതിനെല്ലാം മനസ്സിലാക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അവരെനിക്ക് ഇൻഫർമേഷൻസൊക്കെ തരും. ഭയങ്കരമായ പിയർ പ്രഷറാണ് ഉണ്ടാകുക, ഭയങ്കരമായ. എനിക്ക് അതിനകത്ത് ഭയങ്കര സങ്കടം തോന്നിയ ഒരു കാര്യം, എറണാകുളത്തൂടെ കുറേ പെൺകുട്ടികൾ ടീഷർട്ട് ഇട്ടുകൊണ്ട് നടന്നു. ആ ടീഷർട്ടിൽ അവരുടെ ദേഹത്ത് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, വെർജിനിറ്റി ഈസ് നോട്ട് എ ഡിഗ്നിറ്റി, ഇറ്റ്സ് എ ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇത് ധരിച്ചുകൊണ്ട് നടക്കാനുള്ള ദേ ആർ ഡെയർ ഇനഫ് ടു ഡൂ ദാറ്റ്. എന്താ കാര്യം? നോ എന്ന് പറയാൻ ആരോ ഇട്ടു, അത് അവരും കിട്ടും. ഇവർക്കിതൊന്നും പലതും അറിയില്ല, അല്ലെങ്കിൽ സീരിയസ് അല്ല. പല കമ്മ്യൂണിറ്റികൾ ഭയങ്കര സ്ട്രോങ് ആണ്. പക്ഷേ ഇവിടെയെല്ലാം ദൈവം നിങ്ങൾക്കൊരു ശക്തി തരും. ചിലതിനോട് എന്തെന്ന് പറയണം? നോ എന്ന് പറയണം. കർത്താവ്, എനിക്ക് പ്രഷറുണ്ട്. പ്രഷർ ഇല്ലാത്തൊരു ലോകത്തന്നെ നിങ്ങൾ പഠിക്കുന്നിടത്ത് പ്രഷറുണ്ട് കുഞ്ഞെ. അത് എക്കാലമുണ്ട്. ചിലപ്പം ഓരോ കാലഘട്ടത്തിൽ അത് മാറ്റമായിരിക്കും. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് കോളേജിൽ ചെല്ലുമ്പം പ്രഷർ SFI ചേരണോ KSU ചേരണോ എന്നുള്ളതായിരുന്നു. ഇന്നത്തെ പല പിള്ളേർക്കും കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് അറിയത്തില്ല. അവർക്ക് ദേ ആർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അവർക്ക് അതൊന്നും അറിയത്തില്ല. അവർക്ക് ബാക്കിയെല്ലാം അറിയാം. അരാഷ്ട്രീയവാദമാണ്. അരാഷ്ട്രീയവാദം കൊണ്ടെത്തിക്കുന്നത് ഗായകങ്ങളിലാണ്. അതെപ്പോഴും ഓർക്കണം. എല്ലാത്തിനും ഗുണവും ദോഷവുമുണ്ട്. അരാഷ്ട്രീയവാദ്യം കൊണ്ടെത്തിക്കുന്നത് ഗായകങ്ങളിലേക്കാണ്, മയക്കുമരുന്നിലേക്കാണ്, പ്രണയക്കുരുക്കുകളിലേക്കാണ്. ഇവിടെയാണ് നമുക്ക് വേണ്ട ഒരു കൃപ. എന്തെന്ന് പറയാനുള്ള ശക്തി പ്രാപിക്കണം? നോന്ന് പറയാനുള്ള ശക്തി. എനിക്ക് നോന്ന് പറയണം. ആ നോന്ന് പറയാനാണ് നമ്മൾ ഇവരെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത്. നമ്മളിങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ച് ഒളിപ്പിച്ചാൽ ഇവരൊരു സാഹചര്യം വരുമ്പോൾ നോന്ന് അങ്ങ് പറഞ്ഞോളും.
അത് അവരെ കൊണ്ട് പറയിപ്പിക്കും. ആര് പറയിപ്പിക്കും? പ്രാർത്ഥന പറയിപ്പിക്കും. പ്രാർത്ഥന പറയിപ്പിക്കും. ഞങ്ങൾ നിങ്ങളുടെ പുറകിലുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും 17 എല്ലാം ഒളിപ്പിക്കണം. കാരണം ഇവരെന്തിനുള്ള സാധ്യത? കറങ്ങാനുള്ള സാധ്യത. ബൈക്ക് ഓടിക്കുന്ന എല്ലാ മക്കളും ഒന്ന് കൈ ഉയർത്തിക്കേ. ബൈക്ക് ഓടിക്കുന്ന എല്ലാ മക്കളും കൈ ഉയർത്തിക്കേ. കൈ ഉയർത്ത് മക്കളെ. എഴുന്നേറ്റ് ഇന്നേ, ആണും പെണ്ണും എല്ലാം എഴുന്നേറ്റ് ഇന്നേ. ബൈക്ക് ഓടിക്കുന്നേ മക്കളെ സൂക്ഷിച്ചോണേ. എപ്പം ബൈക്ക് എടുത്താലും പ്രാർത്ഥിക്കണം. കാരണം ഒരു വലിയ സ്ട്രാറ്റജി ആൺപിള്ളേരെ ബൈക്കെ കൊല്ലാൻ. ഞാൻ വെറുതെ പറയല്ല. ഞാൻ കുറേ മക്കളെ, ഞാൻ പൗർഷി വർക്ക് ചെയ്യുന്നുണ്ട്, എന്നെ വിളിച്ചു. ഞാൻ കുറേ പോയി കരഞ്ഞു പോയി. ഞാൻ എനിക്ക് ഭയങ്കര സെൻസിറ്റീവാണ്. എനിക്ക് ചിലത് കണ്ടാൽ ഭയങ്കര പാടാണ്. സുന്ദര കുട്ടപ്പന്മാരാണ് ഇങ്ങനെ ജീവച്ഛവമായി കിടക്കുക. ബൈക്കെ കയറിയതാ. അതിലൊരമ്മ എന്നോട് പറഞ്ഞു, അവർ കൂട്ടുകാരുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ അമ്മ കെഞ്ചി, കുഞ്ഞെ നീ പോവല്ലേ. എൻ്റെ ചർച്ചിലെ ഒരു കുഞ്ഞ് ഡ്യൂക്ക് എടുത്തുകൊണ്ട് പോയപ്പോൾ അവൻ്റെ അമ്മ കാലെ പിടിച്ചു, എടാ നീ പ്രിൻസിപ്പാളിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് പോവും. അവൻ അതിന് പോലും നേരം കിട്ടിയില്ല. കൂട്ടുകാർ വിളിച്ചു പോയി. ഒറ്റ ഇടിക്ക് എത്ര ഓപ്പറേഷൻ കഴിഞ്ഞ് 10-15 ലക്ഷം രൂപ കഴിഞ്ഞ് ഇപ്പം കഷ്ടിച്ചിറങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഒളിപ്പിക്കും. കാരണം ഈ കളയാൻ നമുക്ക് ഒത്തിരിയില്ല. നമുക്ക് തമ്പുരാൻ കളയാൻ ഒന്നും തന്നിട്ടില്ല. 2-1 ഞങ്ങൾ പിടിച്ചു മേടിക്കും. എല്ലാവരും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒരൊറ്റ കുഞ്ഞിന് ഒരു രോമത്തിന് പോലും, നിങ്ങളുടെ രോമത്തിന് പോലും കേടുവരത്തില്ലെന്ന് ഇന്നലെ ഇവിടെ പറഞ്ഞ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ പറഞ്ഞ രാവിലത്തെ ദൈവദാസൻ പറഞ്ഞ അതേ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ ഒരു രോമത്തിന് പോലും കേടുവരാതെ ഇവരെ ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്നാൽ സവിശേഷമായ ജ്ഞാനബുദ്ധിയോടെയും കൃപയോടെയും ഓടിക്കാനുള്ള കൃപ ഇവർക്ക് കൊടുത്താട്ട്, ഇവർ 17 ഇവർ കർത്താവ് അപക്വതയുള്ളവർ, ഇവരുടെ സ്പീഡ് അവരെ ത്രില്ല് ചെയ്യുന്നവരാ. പക്ഷേ ഇവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ മക്കൾ സൂക്ഷിക്കപ്പെടട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ മാത്രമല്ല, വരാതെ ലൈവിലിരിക്കുന്ന ബഥേൽ ഏജ് ചർച്ചുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങൾ യേശുവിൻ്റെ രക്തത്തെ മറച്ച് മുദ്രയിൽ ഒളിപ്പിക്കുന്നു. അവിടെ വാഹനങ്ങളെ ഞങ്ങൾ ഒളിപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ മക്കളും ഇരിക്കരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞാണ്, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. ഒന്നും പറഞ്ഞ് സ്പീഡ് ത്രിൽസ് ബട്ട്. രണ്ടാമത്തെ ഒരു പ്രിൻസിപ്പലുണ്ട് വണ്ടി ഓടിക്കാൻ പുറത്തോണം. ഡോണ്ട് ടേക്ക് റിസ്ക് ഇൻ ഡ്രൈവിംഗ് ഓർ റൈഡിങ്. നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്? ഓവർടേക്ക് ചെയ്യരുത്. ഡോണ്ട് ടേക്ക് റിസ്ക് ഇൻ റൈഡിങ് ഓർ ഡ്രൈവ്. പറഞ്ഞേ, ഡോണ്ട് ടേക്ക്. അങ്ങനെ ഇങ്ങനെ കയറാൻ തോന്നി അങ്ങനെ കയറല്ലേ. കാരണം അവിടുന്ന് വരുന്നവനും തോന്നും ഇങ്ങനെ കയറാം. അവൻ തോന്നും നീ ചവിട്ടും, ഇവൻ ഓർക്കും നീ ചവിട്ടുമെന്ന്. രണ്ടുപേരും എന്ത് ചെയ്യത്തില്ല? ചവിട്ടത്തിൽ. അതുകൊണ്ട് ഡോണ്ട് ടേക്ക് റിസ്ക് ഇൻ ഡ്രൈവിങ്. മൂന്നാമത്തെ ഒരു പ്രിൻസിപ്പിളുണ്ട് മക്കളെ, മറക്കരുത്. ലേറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ. 1 മിനിറ്റ് താമസിച്ചാലും ലേറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇരുന്നു. അപ്പം മറക്കരുത്, ആൺകുഞ്ഞുങ്ങളെ കൊല്ലണം, പെൺകുട്ടികളെ വേണം. സ്ട്രാറ്റജി 18 ഞങ്ങൾ ഒളിപ്പിക്കുന്നു. 12 സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാകാം. 12ൻ്റെ സമയത്താണ് തെറ്റിദ്ധികളിലേക്കൊക്കെ പോകുക. പക്ഷേ ഈ സമയത്ത് യേശു വരും, പറയും തലീഥ കുമി, ബാലെ എന്ത് ചെയ്യുക? എഴുന്നേൽക്കുക. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മുടെ ഒരു ദൗത്യം. മോശയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു, പറയുന്നു. അവർ ആ കുഞ്ഞിനെ എന്ത് ചെയ്ത് വെച്ചു? ഒളിപ്പിച്ച് വെച്ചു. അതുകൊണ്ടോ മോശ താൻ വളർന്നപ്പോൾ നോ എന്ന് പറയേണ്ടിടത്ത് എന്തു പറഞ്ഞു? നോ. ചെറിയ സാധ്യതയല്ല, വലിയൊരു സാധ്യത. കുഞ്ഞെ മോശയുടെ മുമ്പിൽ വന്നത് ബറവോ ആകാനുള്ള സാധ്യത. ഈസിയായിരുന്നു മോശയ്ക്ക് നോ പറയാൻ. ഞാൻ മോശയെ ഇൻ്റർവ്യൂ ചെയ്തു. മോശയെ നിനക്ക് എങ്ങനെ നോ എന്ന് പറയാനൊത്തു? എനിക്കാണ് പാടാ. അത്രയും വലിയ സാധ്യതയോടെ നോ പറയാം. മോശ നീ എങ്ങനെ പറഞ്ഞു? മോശ എന്നെ നോക്കി ഒരു ചെറിയ പിരിയോട് പറഞ്ഞു ഒന്നും അല്ലെന്നേ, അമ്മ അങ്ങ് പറയിപ്പിച്ച. എന്ത് ചെയ്യണം എന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയി. ഒറ്റ കാര്യം, അമ്മ പിന്നിലുണ്ടായിരുന്നത് കൊണ്ടാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂടുണ്ട്. ഈ യാത്രയിൽ, നിങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഒളിപ്പിക്കും. നിങ്ങളെ ഒളിപ്പിക്കുമ്പോൾ സാത്താൻ നിങ്ങളോട് പറയും കറങ്ങിക്കോ. അപ്പോൾ ഈ നമ്മുടെ ഈ ചെറിയ മക്കളോടൊക്കെ ശ്രദ്ധിക്കണം. എൻ്റെ പൊന്നോമന മക്കളല്ലേ, എൻ്റെ ചക്കരമുത്തുകളല്ലേ. എനിക്കും ഉണ്ട് 4 എണ്ണം. നമ്മൾ ഇവരോടൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഈ പട്ട ഇങ്ങനെ പൊങ്ങിപ്പോത്തില്ലേ?
ആ പൊങ്ങിപ്പോകുമ്പോൾ പട്ടത്തിനൊരു ചെറിയ ചിന്ത, പട്ടം ഇങ്ങനെ പൊങ്ങിപ്പോവുക. ബീച്ചിലൊക്കെ ചില പട്ടം പറപ്പിക്കത്തില്ലേ, പട്ടം പൊങ്ങിപ്പോയപ്പോൾ പട്ടത്തിന് ഈ നൂലിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ അങ്ങ് പോയേനെ. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അറബിക്കടലിൻ്റെ അക്കരെ പോയേനെ. അറബിക്കടലിൻ്റെ അക്കരെ പോയി ഗൾഫ് രാജ്യങ്ങളിൽ കൂടെ ദുബായ് ഫെസ്റ്റിവലിൽ ഞാൻ കറങ്ങിയേനെ. പക്ഷേ എന്താ ചെയ്യാനാ, ആരോ ഒരാൾ ഇങ്ങനെ നൂലിൽ എന്ത് ചെയ്തേക്കുക, പിടിച്ചേക്കുക. അങ്ങനെ പട്ടം ഇങ്ങനെ ചിന്തിച്ചപ്പം പെട്ടെന്നൊരു സംഭവം ഉണ്ടായി. ഈ നൂലങ്ങ് പൊട്ടിപ്പോയി. നൂല് പൊട്ടിപ്പോയപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ പട്ടം എവിടെ കിടപ്പുണ്ട്, താണ്ട് മണ്ണിൽ കിടപ്പുണ്ട്. നിങ്ങളെന്ന പട്ടം പൊങ്ങണമെങ്കിൽ ഈ അമ്മയും അപ്പനും താണ്ട് ഇങ്ങനെ പിടിക്കണം. അവർ പിടിക്കുന്നുണ്ടാ നിങ്ങൾ പൊങ്ങിപ്പോകുന്നത്. എന്നീ നൂല് പൊട്ടുന്നോ അന്ന് നാളെ നീ ഉച്ചിയും കുത്തി മണ്ണിൽ കിടക്കും. മണ്ണിൽ കിടക്കാതിരിക്കുന്ന ഒറ്റ കാര്യം നീ അറിയുക, കാണത്തില്ല ഈ നൂല്, പക്ഷേ ഈ നൂലിൻ്റെ അറ്റത്തിൽ നിൻ്റെ അമ്മയുടെ കരച്ചിലുണ്ട്, നിൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയുണ്ട്, നിൻ്റെ ദൈവദാസൻ്റെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുള്ളത് കൊണ്ടാണ് പൊങ്ങുന്നത്. ഇവിടുത്തെ പാട്ടെന്താ, ഇവിടുത്തെ പിള്ളേരെ പിടിച്ചിരുത്തി പാട്ടെന്താ, ഉയരും ഉയരും ഉയരും. പട്ടം ഉയരണമെങ്കിൽ താഴത്തെ നൂല് പൊട്ടാതിരിക്കണം. ആ പൊട്ടാതിരിക്കുന്നിടത്തോളം കാലമേ ഉയർന്നുയർന്ന് പോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും പേരൻസ് ഒരു ബുദ്ധിമുട്ടായി തോന്നില്ല. ജനറേഷൻ ഗ്യാപ്പൊക്കെ ഉണ്ടാകും. അവരൊരു പക്ഷേ കുറച്ചുകൂടെ പ്രായത്തിൻ്റെ പക്വത ഇന്നുകൊണ്ടാണ് അത് വേണ്ടെന്ന് പറയുന്നത്. കാരണം അവർ കുറേ ലോകം കണ്ടതാണ്, അവർ പല അപകടങ്ങൾ കണ്ടതാണ്, അവർ കുറച്ചുകൂടെ മെച്യൂരായിട്ട് ഇന്ന് മറ്റൊരു ആംഗിളിൽ ചിന്തിക്കുന്നവരാണ്, ഇമോഷണലായിട്ടല്ല റാഷണലായിട്ട് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്നെ പ്രിയപ്പെട്ട മക്കളെ, പട്ടം പൊട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് ബൈക്ക് ഓടിക്കുന്ന ആളാണ്, ജീപ്പ് ഓടിക്കുന്ന ആളാണ്. ഇടക്കാലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് പോകുന്നൊരു സമയങ്ങളിലൊക്കെ രാത്രി 1 മണി 2 മണിക്കൊക്കെയാണ് വരുന്നത്. ഞങ്ങളുടെ വീട് പാസ്റ്റങ്ങളെല്ലാം അറിയും, ഒരു വളവിനാണ്. ഈ വളവിന് വീടിരുന്ന ഒരു കുഴപ്പമുണ്ട്, എല്ലാ വണ്ടിയും വീട്ടിലോട്ട് വരുന്ന പോലെ തോന്നും. നിങ്ങൾക്കറിയത്തില്ലേ, വളവിന് വീണ്ടിയിരുന്ന എല്ലാ വണ്ടിയും ഇങ്ങോട്ട് കയറി വരുന്ന പോലെ തോന്നും. അങ്ങനെ ഒരു വീടിൻ്റെ വളവിനായിരിക്കുന്നേ. എൻ്റെ കയ്യിൽ അന്നൊരു മഹേന്ദ്രയുടെ ജീപ്പ്, ഒരു TVS മാക്സ് 100 ഉണ്ട്, ഒരു ബൈക്കും. എത്ര 1 മണി 2 മണി ആയാലും ഞാൻ വരുമ്പോൾ എൻ്റെ വണ്ടിയുടെ ശബ്ദം ഒരു 100 മീറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ അമ്മ വന്ന് കതക് തുറക്കും. എൻ്റെ അമ്മ മെക്കാനിക്കൽ എൻജിനീയർ അല്ല, പക്ഷേ അമ്മയ്ക്ക് മോൻ്റെ ശബ്ദം അറിയാം. തുറന്നിരിക്കുന്ന ആരോ ഉള്ളപ്പോഴേ ഉള്ളൂ, അമ്മ വന്ന് തുറക്കും. പിന്നെ അപ്പൻ ഇതുപോലെ രാത്രി വരും. 1 മണി 2 മണി 3 മണി 4 മണി, മാക്സിമം 1 മണി 2 മണിയൊക്കെയാണ് മിക്കപ്പോഴും. തീരെ വയ്യാതായി, ഏറ്റവും ഒടുവിൽ ഓക്സിജൻ സപ്പോർട്ടോടാണ് കുറേ നാൾ പോയത്. ഓക്സിജൻ വലിച്ചുകൊണ്ട് വന്ന് കസേരയുടെ അടുത്ത് വെക്കും, എന്നിട്ട് ആ കാൻവാസ് കസേരയിരിക്കും. ഒരു 12 മണിയാകുമ്പോൾ ഒരു വിളി, എവിടായി? പിന്നെ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ ഒരു വിളി. ജീപ്പിൻ്റെ വണ്ടി അകത്തോട്ട് ലൈറ്റ് അടിക്കുമ്പോൾ പതുക്കെ എഴുന്നേറ്റ് പോകും. ഈ എഴുന്നേറ്റ് പോകുമ്പോൾ കൈരിയെല്ലാം ഇങ്ങനെ ഊർന്നു പോകും, പുറകെ ഓക്സിജൻ വലിച്ചുകൊണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞ് എനിക്കൊരു കാര്യം പറയാൻ കഴിയും, പിന്നെ എവിടായെന്ന് ആരാ വിളിച്ചു ചോദിക്കുന്നേ? അങ്ങോട്ട് പോകുമ്പോൾ യോഗത്തിന് എല്ലാവരും വിളിക്കും, ചവിട്ടി വിട്ടോണം, സമയത്തെത്തണം. തിരിച്ചു പോകുമ്പോൾ ആരും വിളിക്കാറില്ല. കൺവെൻഷനൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവർ പറയും എങ്ങും നിർത്തരുത്, വിട്ടു വന്നോണം. തിരിച്ചു പോകുമ്പോൾ ആരാ വിളിക്കുക? പക്ഷെ 1 മണി 2 മണിക്ക് ഒരു വിളി, ചെല്ലുന്നിടം വരെ ഇങ്ങനെ നോക്കിയിരിക്കും. അതാരേ ഉള്ളൂ. ഈ പട്ടം പൊട്ടിപ്പോയാ പിന്നെ നിങ്ങളുടെ ഉയരാൻ പാടാ. നിങ്ങളിന്ന് പാട്ട് പാടിയതുള്ള ഉയരണമെങ്കിൽ ഈ പട്ടമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. 1 നിങ്ങളുടെ പേരൻസ്, 2 നിങ്ങളുടെ സഭ. ഈ പട്ടം പൊട്ടല്ലേ, ഈ ചരട് പൊട്ടല്ലേ. ഈ ചരട് പൊട്ടിയാൽ ഉയരത്തില്ല മക്കളെ, ഉയരത്തില്ല. ഞങ്ങളൊരു ശുശ്രൂഷ എന്ന് ചെയ്യുകയാണ്, നിങ്ങളെല്ലാം ഒളിപ്പിക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും എഴുന്നേറ്റേ, എല്ലാ കുഞ്ഞുങ്ങളും എഴുന്നേറ്റേ, എല്ലാ കുഞ്ഞുങ്ങളും എഴുന്നേറ്റേ. ഇവരുടെ പേരൻസ് എല്ലാം എഴുന്നേറ്റേ. അപ്പൻ അമ്മ, ഈ മക്കളുടെ എല്ലാവരും അങ്ങോട്ട്. ഈ വിശാലമായ ഹോളാണ്, എവിടെയെങ്കിലുമൊക്കെ നിന്നോ, നിങ്ങൾ ഇറങ്ങി നിന്നു. നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളെ ഒളിപ്പിക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെയും പട്ടം പൊട്ടത്തില്ല, ഒരു കുഞ്ഞും മരിക്കില്ല, ഒരു കുഞ്ഞും. നിങ്ങൾ നോന്ന് പറയും, അയ്യാ 22 യു ക്യാൻ ഓൾസോ ലീഡ്, എടുത്തോ. അവരുടെ പേരൻസ് കൂടെ വന്ന് അവരുടെ ചേർത്ത് പിടിക്കണേ, നമ്മൾ ഒരുമിച്ച്. All the children up to the age of 22, please come to the front. വന്നിട്ട് 22 അവരുടെ പേരൻസ് കൂടെ വന്നിട്ട് അവരൊന്നിച്ച് നിന്നു, ഒന്നിച്ച് ഇന്ന് പ്രാർത്ഥിക്കുക. ഒന്നിച്ച് ഞങ്ങൾ
ഒറ്റയ്ക്ക് മാത്രം പേരൻസ് ഇല്ലാത്ത മക്കൾ വന്നെങ്കിൽ പാസ്റ്ററുണ്ട്, സുനിൽ പാസ്റ്ററുണ്ട്, ഞങ്ങളുണ്ട്, എല്ലാവരും കൂടെ പ്രാർത്ഥിക്കും. ഒറ്റയ്ക്കുള്ള മക്കൾ നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാം, നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. അങ്കിൾ മുമ്പിൽ വരണം, പ്രാർത്ഥിക്കണം. യു ഹാവ് ടു പ്രേ. നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. നഴ്സിംഗ് സ്റ്റുഡൻസ്, പാരൻസ് ഇവിടെ ഇല്ലാത്ത ഹോസ്റ്റലൈറ്റ്സ് അങ്ങനെയുള്ളവർ മുന്നോട്ട് വന്നാൽ ഡാഡിയും മമ്മിയും ഇവിടെ മുന്നിൽ വന്നു അല്ലേ? ആണോ? പേരൻസ് ഇവിടെ കൂട്ടത്തിൽ ഇല്ലാത്ത മക്കളെല്ലാം മുമ്പിൽ വന്നേ. ആദ്യം പാസ്റ്ററുകളും സുനിൽ പാസ്റ്റർ എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. നേഴ്സസ് ആയിട്ടുള്ള മക്കളൊക്കെ വന്നേ, അങ്കിളും ആൻറ്റിയും ചേർന്ന് പ്രാർത്ഥിക്കും. ഒറ്റ കുഞ്ഞ് പോത്തില്ല. ഈ അന്തരീക്ഷം മുഴുവൻ ഞങ്ങൾ യേശുവിൻ്റെ രക്തത്തിൽ മറയ്ക്കുന്നു. ദൂതന്മാരെ ഓരോ മക്കൾക്ക് വേണ്ടി കാവൽ ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, നിങ്ങൾ ലൈവിലിരിക്കുന്നവർ ആരും ദയവായിട്ട് ഈ സമയത്ത് നിങ്ങൾ ഷർട്ട് ഇടാതിരിക്കുകയാണെങ്കിൽ ഷർട്ട് ഇടണം. നിങ്ങൾ ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിൽ ഇരിക്കണം. വളരെ ഗൗരവമുള്ള നിമിഷങ്ങളാണ്. ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് മൊമെൻറ്റ്സ്. അതിൻ്റെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കട്ടെ. എല്ലാവരും ആരും ഇത് ജോക്കായിട്ട് കാണരുത്. ഞാൻ ഈ സമയം കർത്താവിൻ്റെ ദാസനോട് സംസാരിച്ച് പ്രാർത്ഥിച്ച് ദൈവനിയോഗത്തിൽ മേടിച്ച ഒരു സെഷനാണ് ഈ സമയത്ത്. കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് വന്ന മക്കളെല്ലാം വന്നേ. ഞാൻ സുനിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ നേഴ്സസായിട്ടൊക്കെ പഠിക്കുന്ന ഒറ്റയ്ക്കുള്ള മക്കൾ, യുവർ പേരൻസ് അറ്റ് നോട്ട് ഹിയർ, അങ്ങനെയുള്ള എല്ലാ മക്കളും വേഗത്തിൽ വന്ന് പ്രാർത്ഥിപ്പിച്ചോ. അങ്കിളിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ പട്ടണത്തിലാണ്, കൈവച്ച് പ്രാർത്ഥിക്കണം. ഓരോ നമ്മൾ ഇച്ചിരി സമയം എടുത്താലും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞു അല്ലേ, ഇച്ചിരി സമയം എടുത്താലും പ്രാർത്ഥിക്കും. എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. റിക്കന ഹദൻ എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരാൾ പോലും കണ്ടുകൊണ്ടിരിക്കരുത്. അന്യഭാഷ പ്രാർത്ഥിക്കണേ. അന്യഭാഷയെ പ്രാർത്ഥിക്കാവുന്ന എല്ലാ മക്കളും അന്യഭാഷയെ പ്രാർത്ഥിക്കുക. അടക്കന്നടക്ക പ്രാർത്ഥിച്ചവർ പൊയ്ക്കോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള മുഴുവൻ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള മുഴുവൻ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ലോകമെമ്പാടുമുള്ള മുഴുവൻ മക്കളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 12 കഴിഞ്ഞ ഒരു മക്കൾ, 20 കഴിഞ്ഞ മക്കൾ, 18 കഴിഞ്ഞ മക്കൾ, കറങ്ങരുത്. ജോസഫിനെ തിരിച്ചു കൊണ്ടുവന്ന ദൈവം ദൂതൻ ഇടപെടട്ടെ. അവർക്ക് നോന്ന് പറയണം. യെസ്, ഇവർക്ക് നോന്ന് പറയണം. വന്നാട്ടെ മക്കൾ, വന്നാട്ട് ശകന ഹദന റിഗന ഹദന. യു ടു പ്രേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്തത് പേരൻസ് കുഞ്ഞുങ്ങളുമായിട്ട് വന്നാട്ട്, ഓരോ കുടുംബങ്ങൾ വന്നാട്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നാട്ട് പ്രാർത്ഥിപ്പിക്കും. ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട്. ഒറ്റ കുഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചോണേ. പ്രാർത്ഥിച്ചവർ പ്രാർത്ഥിച്ചിട്ട് പുറകെ പൊക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തൈ പോലെ അരമനയുടെ മാതിരിയായി കൊത്തിയെടുത്ത മൂലത്തൂണ് പോലെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. അവരുടെ പേരൻസിനെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഒളിപ്പിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മുഴുവൻ കുഞ്ഞുങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഒളിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ബലപ്പെട്ടു വന്ന ദൈവത്തിന്റെ കൃപ പൈതന്മേൽ ഉണ്ടായിരുന്നു പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒളിപ്പിച്ച് വെച്ച് നിനക്ക് വിരോധമായി വരുന്ന ഓരായുധവും മോചനം പറഞ്ഞു പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചു.
കസേരയിരിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചേ. വലിയ തീവ്രമായ ഗൗരവമായ ഒരു യുദ്ധം നടക്കുകയാണ്. നിങ്ങൾ ഒരാൾ പോലും ഇവിടെ വെറുതെ ഇരിക്കരുത്. പ്രാർത്ഥിച്ചു കഴിഞ്ഞവർ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഒരാൾ പോലും വെറുതെ ഇരിക്കരുത്. പ്ലീസ്, ഇറ്റ്സ് എ വെരി വെരി ഹംബിൾ റിക്വസ്റ്റ്. ഇതൊരു ഗൗരവമുള്ള നിമിഷങ്ങൾ. ലൈവിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം. ലൈവിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കണം. ലൈവിലുള്ള മുഴുവൻ പേരും പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ തന്നെയായിരിക്കണം. ഞങ്ങൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ മേൽ ഒരു ദൈവകൃപ ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ രക്തത്തിൽ മുദ്രയിടുന്നു. പെൺകുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ദുഷ്ടം കണ്ടുപോകരുത്. നോന്ന് പറയാനുള്ള കൃപ കൊടുക്കണേ. നോന്ന് പറയാനുള്ള കൃപ കൊടുക്കണേ. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവികമല്ലാത്ത ചില ബന്ധങ്ങളോട്, ചില പിയർ പ്രഷേഴ്സിനോട് നോ, യേശുവിന്റെ നാമത്തിൽ നോ പറയാനുള്ള ധൈര്യം, നോ പറയാനുള്ള കൃപ ആ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. നോ എന്ന് പറയാനുള്ള ശക്തി ഉണ്ടാകട്ടെ.